ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വർത്താനം. അപ്പം ഇന്ന് ചട്ടിപ്പത്തിരിടാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ട് പരത്തി അത് വാട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അത് ഇന്നലെ രാത്രി അതൊക്കെ ചെയ്താൽ. അപ്പം ഇന്ന് രാവിലെ താൻ കോഴിമുട്ട പൊട്ടിച്ചത് 17 കോഴിമുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് റെഡിയാക്കി വെച്ച് അതിലേക്ക് ഇതാ കുറച്ച് കരിഞ്ജീരകം ഇട്ട് പിന്നെ അതേപോലെ പഞ്ചസാര. ഞാൻ 500 പഞ്ചസാരയാണ് എടുത്തത്. 17 കോഴിമുട്ടയ്ക്ക് 500 പഞ്ചസാര കണക്കാണ്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിൽ ഇട്ട് വെച്ച് അതിന് അതിൽ എടുത്തതിലേക്ക് 2-3 പ്രാവശ്യം ടീസ്പൂണാണ് വെച്ചാണ്. 500ആണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. 17 കോഴിമുട്ട എടുത്തത്. പിന്നെ മൈദപ്പൊടി കുഴച്ചാൽ ഇന്നലെ രാത്രി പറ്റിച്ച് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നേരെ ലൈറ്റായിട്ട് ആക്കിയതുകൊണ്ട് പിന്നെ അതാ പഞ്ചസാരയും കരിഞ്ജീരകമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി. പിന്നെ അതിലേക്ക് ഉള്ളി കുറച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചെടുത്ത് ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ മേലെ അതാക്കും. കുറച്ച് ഇതിലേക്ക് ഇടും. പിന്നെ ഇതിൻ്റെ ബാറ്ററിലേക്ക് നന്നായിട്ട് ബാറ്റർ കൊണ്ട് അതൊന്ന് റെഡിയാക്കി. പിന്നെ അതിലേക്ക് വേണ്ടത് നുള്ളുപ്പാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും പൊടിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വരണം. ഇതിൻ്റെ പോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ രാവിലെ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ഫങ്ഷന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ നന്നായിട്ടത് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ തേങ്ങേൻ്റെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നല്ല വെള്ളം കുറച്ചിട്ട് തേങ്ങാപ്പാൽ അടിച്ചിട്ട് അതും അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ റെഡിയാക്കി ഇങ്ങനെ തേങ്ങാപ്പാൽ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ റെഡിയാക്കി വെച്ച് അതിനത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. 5 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് അത് കുറഞ്ഞ വെള്ളത്തിൽ അടിച്ചിട്ട് എടുത്തതാണ്. തേങ്ങാപ്പാൽ കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചട്ടിപ്പത്തിരി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അടുപ്പത്ത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് സെറ്റാക്കി കൊടുത്താൽ മതി. ചട്ടിപ്പത്തിരി ആദ്യം ചുടലുണ്ട്. എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതും കൊണ്ടാണ് അത് നല്ല സെറ്റായി കിട്ടുകയും ചെയ്യും. പിന്നെ നന്നായിട്ടത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ. പിന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്നും ഇതാവാൻ വേണ്ടി മാത്രം കുറച്ച് മതി. എന്നിട്ട് ഓരോരോ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഇതുകൊണ്ട് മുക്കി ഇങ്ങനെ റെഡിയാക്കി എടുക്കുക ചെയ്യുക. നല്ലോണം അത് ഇതാമാറ് ചട്ടിപ്പത്തിരി നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. നല്ല അതിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴേ കോഴിമുട്ടൻ്റെ അങ്ങനെ അത് ഓരോന്ന് വെച്ച് അതിന് മേലേക്ക് ഇങ്ങനെ കോഴിമുട്ടൻ്റെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യാറ്. ചിലർ മുക്കി വെക്കുക. ഞാനിതൊരു ഓരോ കൈലോട്ട് എടുത്ത് മുക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് ഒക്കെ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും അത് ആവും. അങ്ങനെ അതാ എല്ലാം വെച്ച് അതിന് മേലെ ഏറ്റവും മേലെ കുറച്ച് എന്താ പറയുക ഇതുണ്ട്, ഉള്ളി പൊരിച്ചതും ഇടും. പിന്നെ കസ്കസ് ഇടും. പിന്നെ അണ്ടിപ്പരിപ്പ് അതൊക്കെ പൊരിച്ചത് മേലെ കൊടുക്കുക ചെയ്യുക. ഒന്നിച്ച് പൊരിച്ചാണ് കുറച്ച് അതിലിട്ട് ബാക്കി ഏറ്റവും മേലെ അത് വെതറി കൊടുക്കും. പിന്നെ കസ്കസ് ഇട്ട് സെറ്റാക്കി വേവിക്കുക വെച്ചാൽ ഒരു 3/4 മണിക്കൂർ മതി. അങ്ങനെ അവൾ ചട്ടിപ്പത്തിരി റെഡിയായി. ഇതാ കണ്ടെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.